വെൽക്കം ടു എജുപിസി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 154. ഫിഗർ ഇറ്റ് ഔട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദീസ് പ്രോഡക്ട്സ് യൂസിങ് ദ സജസ്റ്റഡ് ഐഡൻറ്റിറ്റി. 46 സ്ക്വയർ യൂസിങ് ഐഡൻറ്റിറ്റി 1a, അതായത് a+b² എന്ന ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് 46 സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, സോ a+b² എന്ന് പറയുന്നത് a² പ്ലസ് 2ab പ്ലസ് b² ആണ്. സോ 46നെ നമുക്ക് a+b എന്ന ഫോമിൽ 40 + 6 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ 40 എന്നത് എയും 6 എന്നത് ബിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക? 40 സ്ക്വയർ, a² എന്നാൽ 40 സ്ക്വയർ. ഹിയർ a is equal to 40, b is equal to 6. Then 40 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a എന്ന് പറയുന്നത് 40, b എന്ന് പറയുന്നത് 6 പ്ലസ് b² എന്ന് പറയുന്നത് 6 സ്ക്വയർ. ക്ലിയർ? ദെൻ 40 സ്ക്വയർ എന്ന് പറയുന്നത് 1600 പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 6 എന്ന് പറയുന്നത് 480 പ്ലസ് 6 സ്ക്വയർ എന്ന് പറയുന്നത് 36. സോ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2116. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 397 ഇൻറ്റു 403 യൂസിങ് ഐഡൻറ്റിറ്റി 1c ഫോർ a+b ഇൻറ്റു a-b. സോ a+b ഇൻറ്റു a-b എന്ന് പറയുന്നത് a² മൈനസ് b² ആണ്. ഓക്കെ, സോ 403 ഇൻറ്റു 397 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായി നമുക്ക് 403നെ ആസ് എ സം ഓഫ് 2 നമ്പേഴ്സ് എഴുതാം, അതായത് 400 പ്ലസ് 3 എന്ന് എഴുതാം. 397നെ 400 മൈനസ് 3 എന്നും എഴുതാൻ സാധിക്കും. ഓക്കെ, നൗ ദിസ് ഈസ് ഇൻ ദ ഫോം a+b ഇൻറ്റു a-b. ഇവിടെ a എന്ന് പറയുന്നത് 400, അതേപോലെ b എന്ന് പറയുന്നത് 3. എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് a² മൈനസ് b² ആണ്. സോ 400 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, minus 3 square is 9. So it is 1,991. Clear? Next question, 91 square using the identity 1b for a-b the whole square. So a-b the whole square എന്ന് പറയുന്നത് a² മൈനസ് 2ab പ്ലസ് b² ആണ്. ഇവിടെ 91നെ നമുക്ക് 100 മൈനസ് 9 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് 100 മൈനസ് 9 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 91 സ്ക്വയർ എന്ന് പറയുന്നത് 100 മൈനസ് 9 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ ഹിയർ a ഈസ് ഈക്വൽ ടു 100 ആൻഡ് b ഈസ് ഈക്വൽ ടു 9. ഓക്കെ, സോ a² എന്ന് പറയുന്നത് 100 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു b എന്ന് പറയുന്നത് 9 പ്ലസ് 9 സ്ക്വയർ. ഓക്കെ, 2 ഇൻറ്റു 100 ഇൻറ്റു 9 എന്ന് പറയുന്നത് 1800 പ്ലസ് 9 സ്ക്വയർ ഈസ് 81. സോ ഫൈനൽ ആൻസർ ഈസ് 8281. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, 43 ഇൻറ്റു 45 യൂസിങ് ദ ഐഡൻറ്റിറ്റി 1c a+b ഇൻറ്റു a-b. സോ a+b ഇൻറ്റു a-b എന്ന് പറയുന്നത് a² മൈനസ് b² ആണ്. ഇവിടെ നമുക്ക് 45 ഇൻറ്റു 43 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് 45നെ 44 പ്ലസ് 1 എന്ന് എഴുതാൻ സാധിക്കും. 43നെ 44 മൈനസ് 1 എന്നും എഴുതാൻ സാധിക്കും. സോ നൗ ഇറ്റ് ബിക്കം a എന്ന് പറയുന്നത് ഇവിടെ 44 ആൻഡ് b എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ a² മൈനസ് b² എന്ന് പറയുന്നത് 44 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഓക്കെ, സോ 44 സ്ക്വയർ ഈസ് 1936 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1935. The next problem, use either a suitable identity or the distributive property to find each of the following products. First one, p minus 1 into p plus 11. ഇവിടെ നമുക്ക്
ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് പി ഇൻറ്റു പി, പി ഇൻറ്റു പി, ദെൻ പി ഇൻറ്റു 11 പ്ലസ് -1 ഇൻറ്റു പി പ്ലസ് -1 ഇൻറ്റു 11 വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു പി എന്ന് പറയുന്നത് പി സ്ക്വയർ പ്ലസ് പി ഇൻറ്റു 11 പി -1 ഇൻറ്റു പി എന്ന് പറയുന്നത് മൈനസ് പി, ദെൻ -1 ഇൻറ്റു 11 ഇറ്റ് ഈസ് -11. സോ ഇവിടെ 11 പിയും 1 പിയും ലൈക്ക് ടേംസ് ആണ്, നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 11 പി മൈനസ് 1 പി എന്ന് പറയുന്നത് 10 പി ആണ്. സോ പി സ്ക്വയർ പ്ലസ് 10 പി മൈനസ് 11 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ 3a മൈനസ് 9b ഇൻറ്റു 3a പ്ലസ് 9b. സോ ഇവിടെ നമുക്ക് കാണാം ദിസ് ഈസ് ഇൻ ദ ഐഡൻറ്റിറ്റി a പ്ലസ് b ഇൻറ്റു a മൈനസ് b. ഓക്കെ, ദിസ് ഈസ് a പ്ലസ് b ആൻഡ് a മൈനസ് b. ഓക്കെ, ഇവിടെ a എന്ന് പറയുന്നത് 3aയും b എന്ന് പറയുന്നത് 9bയുമാണ് കൊടുത്തിരിക്കുന്നത്. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എന്ന് നമുക്കറിയാം. സോ 3a പ്ലസ് 9b ഇൻറ്റു 3a മൈനസ് 9b എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 3a ആണ്. a സ്ക്വയർ മൈനസ് b എന്ന് പറയുന്നത് 9b ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നൗ 3a ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9ഉം a സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ. ഓക്കെ, 9a സ്ക്വയർ എന്ന് എഴുതുക. മൈനസ് 9b ദ ഹോൾ സ്ക്വയർ ആണ്. ഇറ്റ് ബിക്കം 9ൻ്റെ സ്ക്വയർ 81. സോ 81b സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മൈനസ് 2y പ്ലസ് 5 ഇൻറ്റു 3y പ്ലസ് 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് മൈനസ് ഇൻസൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മൈനസ് 2y മൈനസ് ഇൻറ്റു പ്ലസ് വരുമ്പോൾ -5 ആവും. ഓക്കെ, മൈനസ് 2y മൈനസ് 5 ഇൻറ്റു 3y പ്ലസ് 4 എഴുതാം. ഓക്കെ, നൗ അപ്ലൈ ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. മൈനസ് 2y ഇൻറ്റു 3y പ്ലസ് മൈനസ് 2y ഇൻറ്റു 4 പ്ലസ് മൈനസ് 5 ഇൻറ്റു 3y പ്ലസ് മൈനസ് 5 ഇൻറ്റു 4. മൈനസ് 2y ഇൻറ്റു 3y എന്ന് പറയുന്നത് -6y, മൈനസ് 2y ഇൻറ്റു 4 എന്ന് പറയുന്നത് -8y, മൈനസ് 5y ഇൻറ്റു 3y എന്ന് പറയുന്നത് -15y, ദെൻ -5 ഇൻറ്റു 4 എന്ന് പറയുന്നത് -20. 6y square. So minus 2y into 3y, it is minus 6y square. Okay, so now minus 6y square minus 8y and minus 15y are like terms, so we can add, then it become minus 23y minus 20. Okay, then next one 6x plus 5y the whole square എന്നാണ്. ഇവിടെ this is in the form a plus b the whole square. ഓക്കെ, ഇവിടെ a എന്ന് പറയുന്നത് 6x, അതുപോലെ b എന്ന് പറയുന്നത് 5y ആണ്. ഓക്കെ, ദെൻ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് എഴുതാം? 6x പ്ലസ് 5y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a is 6x. So 6x the whole square plus 2 into a എന്ന് പറയുന്നത് 6x ആണ്, 6x ഇൻറ്റു ബി എന്ന് പറയുന്നത് 5y ആണ്, പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 5y ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ 6x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ ഈസ് 36. സോ 36x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 6 ഇൻറ്റു 5 എന്ന് പറയുന്നത് 60xy പ്ലസ്
5 square is 25. So 25y square. Clear? Next one. 2x minus 1 by 2 the whole square എന്നാണ്. ഇത് a minus b the whole square എന്ന ഫോമിലാണ്. ഓക്കെ, സോ ഹിയർ a എന്ന് പറയുന്നത് 2x b എന്ന് പറയുന്നത് 1 by 2 ആണ്. ക്ലിയർ? സോ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ 2x മൈനസ് 1 by 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ ഈസ് 2x. സോ 2x ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു a എന്ന് പറയുന്നത് 2x ഇൻറ്റു b എന്ന് പറയുന്നത് 1 by 2 പ്ലസ് 1 by 2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇവിടെ 1 by 2 ഒരു 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് ആൻസർ 2x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ബിക്കം 4x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 by 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ബിക്കം 1 by 4. So answer is 4x square minus 2x plus 1 by 4. Okay, the next one 7p into 3r into p plus 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് 7p into 3r. സോ 7p into 3r എന്ന് പറയുന്നത് നമുക്ക് 21p into r എന്ന് എഴുതാം. ഓക്കെ, 21pr എന്ന് എഴുതാം. 7 into 3 21, p into r pr. So 21pr into p plus 2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. So here you have to apply the distributive property. So 21pr into p plus 21pr into 2. PR into p എന്ന് പറയുമ്പോൾ p into p become p square. So 21 p square r plus 21 into 2 എന്ന് പറയുന്നത് 42 pr. This is the answer. Next question. For each statement, identify the appropriate algebraic expression. 2 more than a square number. ഒരു സ്ക്വയർ നമ്പറിനേക്കാളും 2 കൂടുതൽ. So that represent this one, a square plus 2. Second one, the sum of the squares of 2 consecutive numbers. If m is the first number, then second number will be m plus 1. So first number inde square m square എന്ന് എഴുതാം, second number inde square m plus 1 square എന്ന് എഴുതാം. ഇതിൻ്റെ സം എന്ന് പറയുന്നത് m square plus m plus 1 square എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ദിസ് ഈസ് ആൻ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി അതേപോലെ എം എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ ദെൻ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പിലുള്ള പ്രീവിയസ് നമ്പർ നമുക്ക് m മൈനസ് 1 എന്ന് എഴുതാം. എമ്മിൻ്റെ സ്ക്വയർ ദെൻ m മൈനസ് 1ൻ്റെ സ്ക്വയർ അതിൻ്റെ സമ്മ്, അതും നമുക്ക് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് വൺ ഈസ് ഓൾസോ കറക്റ്റ്. Then suppose if 2m is the first number, this is an even number, then next number 2m plus 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ, അതായത് തൊട്ടടുത്ത നമ്പർ ആയിരിക്കും വരിക. ഇതിൻ്റെ സ്ക്വയറും നമുക്ക് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ 3 ഓപ്ഷൻ ഇതിൽ കറക്റ്റാണ്. ഓക്കെ, then next question. Consider any 2 by 2 square numbers in a calendar as shown in the figure. Find product of numbers lying along each diagonal. Do this for the other 2 by 2 squares. What do you observe about the diagonals? Explain why this happens. Okay, so ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു 2 by 2 സ്ക്വയർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സ് 4 into 12, അതേപോലെ 11 into 5, 11 into 5 55. ഇനി നമുക്ക് അതുപോലെ മറ്റ് രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ 4 into 12 എന്ന് പറയുന്നത് ഇറ്റ്സ് 48. ദെൻ 5 into 11 എന്ന് പറയുന്നത് ഇറ്റ്സ് 55. ഓക്കെ, ഇനി ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 55 minus 48, so which is equal to 7.
ഓക്കെ, ഇനി നമുക്ക് മറ്റ് ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. സോ ദിസ് വൺ 2 3 9 8. ഇവിടെ 2 into 10 that is 20. അതേപോലെ 9 into 3 27. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിഫറൻസ് നോക്കാം. 27 minus 20 again 7. One more 2/2 square consider ചെയ്യാം. This one. Okay, so 7 into 15 which is equal to 105. Then 8 into 40, this is 112. So difference 112 minus 105, again it is 7. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഡയഗണൽ every 2/2 square in a calendar, the product of one diagonal is always 7 more than the product along the other diagonal. ഓക്കെ, രണ്ട് ഡയഗണലിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, സോ ഇവിടെ ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഹിൻറ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ a into a plus 8, it is a square plus 8a. Then a plus 7 into a plus 1, a into a square, a into 1, a, 7 into a, 7a, 7 into 1, 7. Okay, so this is equal to a square plus 8a plus 7. ഇനി അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കാം. a square plus 8a plus 7 minus a square minus 8a, അല്ലെങ്കിൽ നമുക്ക് a square plus 8a എന്ന് എഴുതാം. സോ ഇറ്റ് ബിക്കം a square plus 8a plus 7 minus a square minus 8a ആവും. സോ 8aയും 8aയും ക്യാൻസലായി, a square ക്യാൻസലായി, the remaining is 7. Okay, so for every 2/2 square in a calendar, the product of one diagonal is always 7 more than the product along the other diagonal. Okay, so next one, verify which of the following statements are true. First one, k plus 1 into k plus 2 minus k plus 3 is always 2. Okay, so first apply the distributive property for this one. So k into k plus k into 2 plus 1 into k plus 1 into 2, then minus k plus 3. Okay, k into k എന്ന് പറയുന്നത് k square plus k into 2 2k plus 1 into k 1k plus 2 minus k plus 3. So this is k square 2k plus k എന്ന് പറയുന്നത് 3k plus 2 minus k minus 3. So now it become k square 3k minus k എന്ന് പറയുന്നത് 2k, then 2 minus 3 എന്ന് പറയുന്നത് minus 1. So k square plus 2k minus 1 എന്നാണ് കിട്ടുന്നത്. ഇവിടെ if k എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ നമുക്ക് 1 square plus 2 into 1 minus 1. So this is equal to 2 എന്ന ആൻസർ കിട്ടും. ബട്ട് ഇഫ് k is equal to 2 ആണെങ്കിൽ it become 2 square plus 2 into 2 minus 1 എന്നാണ് കിട്ടുക. സോ ആൻസർ 7 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ദിസ് ഇസ് നോട്ട് ഓൾവേസ് 2 ആണ്. ഓക്കെ, എപ്പോഴും 2 അല്ല നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, therefore this is not always true. Okay, then second one, 2q plus 1 into 2q minus 3 is a multiple of 4. Okay, so apply distributive property. 2q into 2q, that become 2q
into 2q plus 2q into minus 3 plus 1 into 2q plus 1 into minus 3. Okay, this is 2q into 2q, that is 4q square, then minus 6q plus 2q minus 3. This is 4q square minus 6q plus 2q, like terms ആണ്, so it become minus 4q minus 3. Okay, so it can be written as 4 into q square minus q minus 3. So ഇവിടെ എന്താണ് മീനിങ്? ദിസ് ഇസ് 3 ലെസ് ദാൻ ദ മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ, ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4നേക്കാളും 3 കുറവായിരിക്കും. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് ഓൾവേസ് ട്രൂ. Therefore this is not true. Okay, so it is a false statement. Next one, squares of even numbers are multiples of 4 and squares of odd numbers are 1 more than multiple of 8. So നമുക്ക് even numbers എഴുതാം. Two in the square, that is 4. It is a multiple of 4. 4 into 1, it's 4. Okay, then second even number എന്ന് പറയുന്നത് 4 square, that is 16. It is also a multiple of 4. Then next number 6 square, 36. 4 into 9, 36. It's also a multiple of 4. Okay, then odd numbers. First number 3 എഴുതാം. 3 ന്റെ സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. സോ 9 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിളിനേക്കാളും 1 കൂടുതലാണ് അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ്. ദെൻ 5 എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്പർ 5 സ്ക്വയർ, ഇറ്റ് ഈസ് 25. സോ 8 into 3 എന്ന് പറയുന്നത് 24. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 1 ആണ് 25. സോ ദാറ്റ് ഓൾസോ റൈറ്റ്. ദെൻ നെക്സ്റ്റ് നമ്പർ 7 square, it is 49. Then 8 into 7 is 48 plus 1 49. So ഇവിടെയും സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 more than the multiple of 8 ആണ്. Therefore the statement is true. Is always true ആണ് എന്ന് നമുക്ക് പറയാം. Okay, then next one, 6n plus 2 the whole square minus 4n plus 3 the whole square is 5 less than a square number. So 6n plus 2 the whole square, അതായത് a plus b the whole square എന്ന ഫോമിലാണ്. it become 6n square plus 2 into 6n into 2 plus 2 square minus, this is also in the form a plus b the whole square. So നമുക്ക് 4n the whole square plus 2 into 4n into 3 plus 3 square എന്ന് എഴുതാം. ഓക്കെ, സോ 6n സ്ക്വയർ എന്ന് പറയുന്നത് 36n സ്ക്വയർ പ്ലസ് 24n പ്ലസ് 4 മൈനസ് 4n എന്ന് പറയുന്നത് 16n സ്ക്വയർ പ്ലസ് 24n പ്ലസ് 9. 36n സ്ക്വയർ പ്ലസ് 24n പ്ലസ് 4 മൈനസ് 16. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുന്നത് മൈനസ് 24n ആവും. മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുന്നത് അഗെയിൻ മൈനസ് 9. ഓക്കെ, സോ 24 ക്യാൻസൽഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് 36n സ്ക്വയർ മൈനസ് 16n സ്ക്വയർ, ദാറ്റ് ബിക്കം 20n സ്ക്വയർ എന്നാണ്. പ്ലസ് 4 മൈനസ് 9 എന്ന് പറയുന്നത് മൈനസ് 5 ആണ്. ഓക്കെ,
സോ ഇവിടെ ഫോർ എനി ഇൻറ്റിജർ 20n square is never a perfect square other than 0. Okay, ഇവിടെ നമുക്ക് പറയാം 20n square minus 5. ഇവിടെ 20n square എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകില്ല. ഓക്കെ, ഈ സപ്പോസ് എന്നിന് 0 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക. സോ ഇവിടെ 20n square എന്ന് പറയുന്നത് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ because 20 is not a perfect square. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നത് ഈസ് ഓൾവേസ് ഈസ് ലെസ് ദാൻ എ സ്ക്വയർ നമ്പർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദെയർഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, is not true. Clear? Next question. A number leaves a remainder of 3 when divided by 7 and another number leaves a remainder of 5 when divided by 7. What is the remainder when their sum, difference and product are divided by 7? Okay, so ഇവിടെ a number leaves a remainder of 3 when divided by 7 എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നതിനെ 7x plus 3 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അനദർ നമ്പർ ലീവ്സ് എ റിമൈൻഡർ ഓഫ് 5 വെൻ ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ഈസ് 7y പ്ലസ് 5 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദെയർ സം, ഡിഫറൻസ് ആൻഡ് പ്രോഡക്റ്റ് ആർ ഡിവൈഡഡ് ബൈ 7. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുമ്പോൾ 7x പ്ലസ് 3 പ്ലസ് 7y പ്ലസ് 5 ആണ് വരുന്നത്. സോ 7 ഇൻറ്റു നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം പ്ലസ് 3 പ്ലസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 8. ഓക്കെ, സോ ഇവിടെ 8 ഡിവൈഡഡ് ബൈ 7 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 8 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1 ഈസ് ദ remainder. Okay, difference seven x plus 3 minus 7y plus 5. Okay, so this is 7x plus 3 minus 7y bracket open ചെയ്യുമ്പോൾ minus 5. That is 7x minus 7y plus 3 minus 5. So which is 7 into x minus y minus 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. So remainder should be a non-negative number less than the divisor 7. So we have minus 2 as the remainder. So add the divisor to find the equivalent positive remainder. So we have to minus 2 plus and we have to add the divisor to the remainder to get the positive remainder. Okay, so this is 5. 5 is the remainder. Then next one, product. Seven x plus 3 into 7y plus 5. 7x into 7y plus 7x into 5 plus 3 into 7y plus 3 into 5. This is equal to 49xy 35x
21y plus 15. Okay, now 15 divided by 7, so 1 is the remainder. Okay, next question. Choose 3 consecutive numbers, square the middle one and subtract the product of the other 2. Repeat the same with other sets of numbers. What pattern do you observe? How do we write this as an algebraic expression? Expand both sides on the equation to check that it is a true identity. Okay, so ഇവിടെ നമുക്ക് ഫസ്റ്റ് 3 നമ്പേഴ്സ് ചൂസ് ചെയ്യാം. 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഞാനിവിടെ 3, 4, 5 ചൂസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് സ്ക്വയർ ദ മിഡിൽ നമ്പർ. ഓക്കെ, സ്ക്വയർ ദ മിഡിൽ നമ്പർ ഈസ് 4. സോ സ്ക്വയറിംഗ് ദ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് 4 സ്ക്വയർ, ദാറ്റ് ഈസ് 16. ഓക്കെ, ദെൻ ആൻഡ് സബ്ട്രാക്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദ അതർ 2. പ്രോഡക്റ്റ് ഓഫ് ദ അതർ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 into 5 ആണ്. സോ ദാറ്റ് ഈസ് 15. ദെൻ ഡിഫറൻസ്, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 16 minus 15, സോ വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി മറ്റൊരു 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കാം നമുക്ക്. സോ 5, 6, 7. മിഡിൽ നമ്പർ ഈ 6 ആണ്. സോ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36. ദെൻ പ്രോഡക്റ്റ് ഓഫ് ദ അതർ 2 നമ്പേഴ്സ് 5 into 7, സോ ദാറ്റ് ഈസ് 35. ദെൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 36 minus 35 again 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡിഫറൻസ് 1 ആയിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ എങ്ങനെ എഴുതാൻ നോക്കാം. 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്, ദെൻ എക്സ് പ്ലസ് 1, അതേപോലെ എക്സ് മൈനസ് 1, ഇങ്ങനെ 3 നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ സ്ക്വയർ ദ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ബിക്കം എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് അതർ 2 നമ്പേഴ്സ് ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. ഓക്കെ, സോ ഈ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഇതെന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ബിക്കം, ഓർ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് നമുക്ക് എഴുതാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇറ്റ് ബിക്കം എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഡിഫറൻസ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് ചെയ്യേണ്ടത്. സോ നൗ ഇറ്റ് ബിക്കം എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഹിയർ ഓൾസോ the difference is 1. Okay, clear? Then 8th question. What is the algebraic expression describing the following steps? Add any 2 numbers, multiply this by half of the sum of the 2 numbers. Prove that this result will be half of the square of the sum of the 2 numbers. Okay, so അതിനായിട്ട് നമുക്ക് 2 numbers ചൂസ് ചെയ്യണം. So let the numbers be a and b. Okay, let the numbers be a and b. Then first add any 2 numbers എന്നാണ്. സോ സം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? a പ്ലസ് b എന്ന് എഴുതാം. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ദിസ് ബൈ നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ സം ഓഫ് ദ 2 നമ്പേഴ്സ്. അപ്പോൾ അത് ഹാഫ് ഓഫ് ദ sum of 2 numbers എന്ന് പറയുന്നത് ഹാഫ് ഓഫ് സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബിയുടെ ഹാഫ്. ഓക്കെ, ഇനി ഇതെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വിൽ ബി ഹാഫ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ സം ഓഫ് ദ 2 നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഓഫ് ദ സ്ക്വയർ of the
sum of the two numbers എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് ദ സം ഓഫ് ദ ടു നമ്പേഴ്സ്, അതായത് ഹാഫ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ സം ഓഫ് ദ ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ അതിൻ്റെ ഹാഫ് 1/2 ഓഫ് എ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ദിസ് വൺ, ഈ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ പ്ലസ് ബി ഇൻറ്റു ഹാഫ് ഓഫ് എ പ്ലസ് ബി. എ പ്ലസ് ബി ഇൻറ്റു ഹാഫ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബിയുടെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇതും എന്താണ്? സെയിം ആണ്. ഓക്കെ, സോ LHS is equal to RHS. Hence proved. Clear? Ninth question. Which is larger? Find out without fully computing the product. Product actually multiply ചെയ്ത് നോക്കാതെ ഇതിലേതാണ് വലുത് എന്ന് കണ്ടുപിടിക്കുക. So first one, 14 into 26 or 16 into 24. 14 into 26 ആണോ അതോ 16 into 24 ആണോ ബിഗർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ട് നമുക്ക് സെക്കൻഡ് കൊടുത്തിരിക്കുന്ന നമ്പറിനെ ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് നമ്പർ എഴുതാം. അതായത് 16നെ ഇൻ ടേംസ് ഓഫ് 14 എഴുതാം. അതായത് 14 + 2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് 16. ഓക്കെ, ദെൻ 24നെ ഇൻ ടേംസ് ഓഫ് 26 എഴുതുക. 26 - 2 എന്നും എഴുതാം. ഓക്കെ, then apply the distributive property here. 14 into 26 plus 14 into -2 plus 2 into 26 plus 2 into -2. So now it become 14 into 26 plus minus 28 plus 52 minus 4. So that is equal to 14 into 26 minus 28 plus 52 minus 4 ചെയ്യുമ്പോൾ you will get 20. Okay, so ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് 14 into 26 ആണോ അതോ 16 into 24 ആണോ എന്നാണ്. സോ 16 into 24 എന്ന് പറയുന്നത് 14 into 26 plus 20 ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് എന്തെഴുതാം? 14 into 26 എന്ന് പറയുന്നത് ദിസ് ഇസ് lesser than 16 into 24. Clear? Then next one, second question. 25 into 75 ആണോ or 26 into 74 ആണോ ബിഗർ എന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നമുക്ക് 25 into 75 in term 26 into 74 in terms of 25 into 75 എഴുതാം. സോ 26നെ നമുക്ക് 25 + 1 എന്ന് എഴുതാം. അതേപോലെ 74നെ നമുക്ക് 75 - 1 എന്നും എഴുതാം. ഓക്കെ, നൗ ഇറ്റ് ബിക്കം 25 into 75 then plus 25 into -1 plus 1 into 75 plus 1 into -1. Okay, now it become 25 into 75 minus 25 plus 75 minus 1 ആണ്. So this is 25 into 75 plus 49 എന്നാണ് കിട്ടുന്നത്. ഇവിടെ 26 into 74 എന്ന് പറയുന്നത് 25 into 75നേക്കാളും 49 കൂടുതലാണ്. ഓക്കെ, സോ 26 into 74 ആണ് ബിഗർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ? Then next question. A tiny park is coming up in Dhauli. The plan is shown in the figure. The 2 square plots, each of the area g² feet, will have a green cover. All the remaining area is a walking path w feet wide that needs to be tiled. Write an expression for the area that need to be tiled. അപ്പോൾ ഇവിടെ ഒരു
പാർക്കുണ്ട്. സോ ഈ പാർക്കിൽ 2 സ്ക്വയർ പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ G² എന്നാണ്. ബാക്കി കൊടുത്തിരിക്കുന്ന എല്ലാ പോർഷനും വാക്കിംഗ് പാത്താണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് W ഫീറ്റാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഈ വാക്കിംഗ് പാത്ത് ടൈൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് 2 സ്ക്വയർ പ്ലോട്ട്സ്. ഒരു സ്ക്വയർ പ്ലോട്ട്സിൻ്റെ ഏരിയ G² ആണ്. അങ്ങനെ 2 സ്ക്വയർ പ്ലോട്ട്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2G² ആണ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ ടോട്ടൽ ഏരിയ ഓഫ് ദ പാർക്ക്. ടോട്ടൽ ഏരിയ ഓഫ് ദ പാർക്ക് എന്ന് പറയുന്നത് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ലെങ്ത്ത് എന്താണെന്ന് നോക്കാം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് W ആണ്. ദെൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് G ആണ്. ദിസ് ഇസ് സ്ക്വയർ, G × G ആണ് G² തന്നിരിക്കുന്നത്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് G. ദെൻ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് W. ദെൻ എഗെയിൻ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഈസ് W. ദെൻ ദിസ് ഡിസ്റ്റൻസ് G ആണ്. ദെൻ ഇവിടെ വരുന്നത് W ആണ്. ഓക്കെ, സോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് W + G + W + W + G + W എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4W + 2G. ഓക്കെ, ദെൻ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് W ആണ്. ദെൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് G ആണ്. ദെൻ ഹിയർ ഇറ്റ് ഈസ് W. സോ W + G + W വിച്ച് ഈസ് 2W + G. സോ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4W + 2G ഇൻറ്റു 2W + G. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. 4W × 2G എന്ന് പറയുന്നത് 8W². ദെൻ 4W × G എന്ന് പറയുന്നത് 4WG പ്ലസ് 2W × 2G × 2W എന്ന് പറയുന്നത് 4GW പ്ലസ് 2G². ഓക്കെ, സോ ഇവിടെ നമുക്ക് 8W² പ്ലസ് 8WG, ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. സോ നമുക്ക് ആഡ് ചെയ്യാം. പ്ലസ് 2G² എന്ന് ഏരിയ ഓഫ് ദ ഹോൾ പാർക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ദ റിമൈനിങ് പാത്താണ്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ പാത്ത് ടു ബി ടൈൽഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ 2 സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 8W² പ്ലസ് 8WG പ്ലസ് 2G² ആണ്. ഇതിൽ നിന്നും ഏരിയ ഓഫ് ദ സ്ക്വയർ പ്ലോട്ട് എന്ന് പറയുന്നത് 2G² സബ്ട്രാക്ട് ചെയ്യുക. സോ ദ റിമൈനിങ് എന്ന് പറയുന്നത് 8W² പ്ലസ് 8WG. ഓക്കെ, ഇത്രയും സ്ക്വയർ ഫീറ്റ്. Clear? Question number 11. For each pattern shown below, draw the next figure in the sequence. Then second one, how many basic units are there in step 10? Write an expression to describe the number of basic unit in step y. So, ഇവിടെ ഫസ്റ്റ് വണ്ടിൽ 3 യൂണിറ്റ്സ് ആണ്. ഇവിടെയും 3. Then here 4. Then 5. സോ ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് സീക്വൻസ് 6 ബേസ് ചെയ്ത് ഇതുപോലെ വരയ്ക്കാം. ഓക്കെ, സ്റ്റെപ്പ് 1 9 യൂണിറ്റ്സ് ആണുള്ളത്. സോ നമുക്ക്
3 സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് 1 നമുക്ക് 1 + 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഹിയർ 1 റെപ്രസെൻറ്റ് സ്റ്റെപ്പ് 1. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് 16 യൂണിറ്റ്സ് ആണുള്ളത്. സോ 16 എന്ന് പറയുന്നത് നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം. 4ന് ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് 2 + 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് 25 യൂണിറ്റ്സ് ആണുള്ളത്. സോ ദാറ്റ് ഈസ് 5 സ്ക്വയർ. സ്റ്റെപ്പ് 3 ആണ്. സോ 3 + 2 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഇങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 10 എത്ര ബേസിക് യൂണിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റെപ്പ് 10 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു 10 + 2 എന്ന് പറയുന്നത് 12 സ്ക്വയർ, ദാറ്റ് ഈസ് 144 യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ക്രൈബ് ദ നമ്പർ ഓഫ് ബേസിക് യൂണിറ്റ് ഇൻ സ്റ്റെപ്പ് വൈ. ഓക്കെ, സോ അപ്പോൾ സ്റ്റെപ്പ് വൈ എന്ന് പറയുന്നത് നമുക്ക് y + 2, y ഈസ് ദ സ്റ്റെപ്പ്. ഓക്കെ, y + 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ? ദെൻ സെക്കൻഡ് പാറ്റേണിൽ ഫസ്റ്റ് ഇവിടെ ഇതൊരു 2/2 സ്ക്വയർ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു 3/3 സ്ക്വയർ ആണ്. നെക്സ്റ്റ് ഒരു 4/4 സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു 5/5 സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് റിമൈനിങ് നമ്പർ നോക്കാം. ഇവിടെ 1 ആണ്, ദെൻ 2 സ്ക്വയർ റിമൈനിങ്, ദെൻ 3 യൂണിറ്റ്സ്. സോ നെക്സ്റ്റ് വരേണ്ടത് 4 യൂണിറ്റ്സ്. സോ ഇങ്ങനെയാണ് സ്റ്റെപ്പ് 4 നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ദാറ്റ്സ് എ 2/2 സ്ക്വയർ ആണ്. സോ ദെൻ +1 ആണ്, 1 ഈസ് റിമൈനിങ്. ഓക്കെ, സോ 2/2 + 1. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് 3/3 + 2 ആണ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് 3/3 + 3 ആണ്. ഓക്കെ, 2/2 + 2 × 2 + 1 എന്ന് പറയുന്നതിന് നമുക്ക് 2 സ്ക്വയർ + 1 എന്ന് എഴുതാം. ഓക്കെ, 2 സ്ക്വയർ പ്ലസിനെ ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് 1 നമുക്ക് 1 + 1, 2നെ നമുക്ക് 1 + 1 എന്ന് എഴുതാം. 1 + 1 സ്ക്വയർ + 1 എന്ന് എഴുതാം. ക്ലിയർ? 3 × 3 എന്ന് പറയുന്നതിനെ 3 സ്ക്വയർ + 2 എന്ന് എഴുതാം. 3 സ്ക്വയറിന് ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് 2 നമുക്ക് 2 + 1 3 സ്ക്വയർ + 2 എന്ന് എഴുതാം. ദെൻ സ്റ്റെപ്പ് 3 3 സ്ക്വയർ + 3 ആണ് വരുന്നത്. 3നെ ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് 3 നമുക്ക് 3 + 1 ദ ഹോൾ സ്ക്വയർ + 3 എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 10th സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് നമുക്ക് 10 + 1 ദ ഹോൾ സ്ക്വയർ + 3 എന്ന് എഴുതാൻ സാധിക്കും. 10 + 1 എന്ന് പറയുന്നത് 11 സ്ക്വയർ ഈസ് 121 + 10 എന്ന് പറയും +10. ടെൻത്ത് സ്റ്റെപ്പ്. സോ 10 ഇറ്റ് ഈസ് 131 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി സ്റ്റെപ്പ് വൈയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് y + 1 ദ ഹോൾ സ്ക്വയർ + y. ക്ലിയർ? സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്സ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.